ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് കാണാം. സിമ്പിളായിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 പച്ചമുളക് നെട്ട് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില, 2 കുടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 500 പുളിൻ്റെ പുളിവെള്ളമാണിത്. അപ്പോൾ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടുകും ഉലുവയിട്ട് വറുത്ത് പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല, ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചി എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് തീ നല്ല കുറച്ച് വെച്ചതിന് ശേഷം പച്ചമുളക് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. അത് പച്ചമുളക് നന്നായിട്ട് പൊട്ടിക്കിട്ടാൻ നമുക്ക്, എങ്കിലേ പച്ചമുളക് അച്ചാറിൻ്റെ രുചി ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ മധുരച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിം വെച്ച് വെക്കാം. പച്ചമുളക് അച്ചാറിൻ്റെ ടേസ്റ്റ് വരാൻ കാരണം, നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ പച്ചമുളക് മുങ്ങുന്നത് വരെ ഓയിൽ ഒഴിച്ച് വെക്കണം. ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും എണ്ണ ആയാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകാം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം പച്ചമുളക്. അപ്പോൾ ഇതാ മുളക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും കടുക് വറുത്തതും കൂടി പൊടിച്ചെടുത്തതില്ലേ, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 6 സ്പൂണ് മുളക് പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലേക്ക് 4 അല്ലി കറിവേപ്പില ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക്
പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് അച്ചാർ നന്നായിട്ട് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനായി പഞ്ചസാര ഇട്ടെടുക്കാം. ഞാനിതാ ഇതിനനുസരിച്ച് ഈ കയ്യിനനുസരിച്ച് 3 കയ്യിൽ പഞ്ചസാരയാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മധുരം കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണവർക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുള്ളത് ശർക്കര ഇട്ട് കൊടുത്താലാണ്. അപ്പോൾ മധുരമില്ലെങ്കിൽ വീണ്ടും നോക്കിയിട്ട് മധുരം ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളെ മുളകച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വലിയ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. ഞാനിവിടെ പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പഞ്ചസാര ഇട്ടിട്ടാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. ചിലർക്ക് ശർക്കര ഇട്ടിട്ടാണ് ടേസ്റ്റ് തോന്നുന്നത്. ഞാനിവിടെ കൂടുതലും വീട്ടിലുണ്ടാക്കാറ് പഞ്ചസാര ഇട്ടിട്ട് തന്നെയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.